ഫൈനലി പോക്കോ X5 Pro ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പോക്കോ X5 Proയിൽ എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് പോക്കോ X4 Proനെക്കാളും എന്താണ് ഈ ഒരു പോക്കോ X5 Proയിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു രണ്ട് മോഡലിനെ സ്പെസിഫിക്കേഷൻ വെച്ചായിരിക്കും നമ്മൾ ഈ ഡീറ്റെയിൽസ് നോക്കാൻ പോകുന്നത്. ആദ്യം ഈ ഒരു രണ്ട് മോഡലിനെ ഡിസൈൻ നോക്കും, അതിനുശേഷം അതിൻ്റെ ചിപ്സെറ്റ് കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഈ ഒരു വീഡിയോ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. കാരണം എന്താ വെച്ചാൽ എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ പോക്കോ X4 Proയിൽ വന്നിരിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത് ഗ്ലാസി ബിൽഡാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിതിന് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് IP53 റേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 205 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. അതുപോലെ 8.1 mm തിക്നെസ് ആണ് ടോട്ടൽ തിക്നെസ് വരുന്നത്. പിന്നെ ടോപ്പ് സൈഡിലായിട്ട് IR ബ്ലാസ്റ്റർ ഉണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്കും നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മോഡലിൽ ഒരു സ്ക്വയർ ഷേപ്പാണ് വരുന്നത്. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന എല്ലാ പോക്കോൻ്റെയും ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്ജൊക്കെ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ പാറ്റേൺ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെയാണ് പോക്കോ X5 Proയിലും വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പോക്കോ X5 Proൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ബിൽഡാണ് വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമാണ് സൈഡിലും വന്നിരിക്കുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. പിന്നെ ഇതുപോലെ തന്നെ IP53 റേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 181 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 7.9 mm തിക്നെസ്സാണ് ടോട്ടൽ തിക്നെസ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പോക്കോ X5 Proൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ടോട്ടൽ വെയിറ്റ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് പോക്കോ X5 Pro എന്ന് പറയുന്നത്. പോക്കോ X4 Pro എന്ന് പറയുമ്പോൾ നമുക്ക് 205 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. പക്ഷേ നമ്മുടെ പോക്കോ X5 Proയിൽ വരുവാണെങ്കിൽ നമുക്ക് 181 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് പോക്കോ X5 Pro എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബിൽഡ് വേണ്ട, ഗ്ലാസ് ബിൽഡാണ് വേണ്ടെങ്കിൽ പോക്കോ X4 Pro ചൂസ് ചെയ്യാന്നുള്ളൂ. അതല്ല നിങ്ങൾക്ക് ഗ്ലാസി ബിൽഡ് വേണ്ട, പ്ലാസ്റ്റിക് ബിൽഡ് മതിയെങ്കിൽ പോക്കോ X5 Pro ചൂസ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ടൈപ്പ് ഒരു ഡിസൈൻ വേണം അല്ലെങ്കിൽ ഏത് ടൈപ്പ് ബിൽഡ് വേണം എന്നുള്ളത്. എന്തായാലും നിങ്ങൾ അവസാനം ഒരു കവർ ഇട്ട് തന്നെ അല്ലെങ്കിൽ ഒരു കേസ് ഇട്ട് തന്നെ ആയിരിക്കും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് ടൈപ്പ് ബിൽഡാണ് വേണ്ടതെന്നുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ പോക്കോ X4 Proയിൽ വന്നിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ടോട്ടൽ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1200 nits ആണ് വരുന്നത്. പിന്നെ ഗോറില്ല ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ 5 ഹോൾ കട്ടൗട്ടാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ 360 Hz ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. അതുപോലെ വീഡിയോ പ്ലേ ബാക്കിൽ നമുക്ക് HDRും അതുപോലെ 4K അല്ലെങ്കിൽ 2K വീഡിയോ നമുക്ക് പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി പോക്കോ X5 Proൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ഡിസ്പ്ലേ സൈസ് ആണ് വന്നിരിക്കുന്നത്. അതായത് 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD+ 10-bit Xfinity AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ നമുക്ക് 90 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഡോൾബി വിഷൻ സപ്പോർട്ട് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 5 ഹോൾ കട്ടൗട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് 4K പ്ലേ ബാക്ക് ഉണ്ട്. അതുപോലെ HDR10+ സപ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കോ X4 Proനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു മോഡലിൽ നമുക്ക് 10-bit ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ HDR10+ സപ്പോർട്ട് ആയിട്ടുള്ള മോഡലാണ്. പിന്നെ ഡോൾബി വിഷൻ വരുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ ഫീച്ചർഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു രണ്ട് മോഡലിലെയും പെർഫോമൻസ് അതായത് ചിപ്സെറ്റ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യം പോക്കോ X4 Proൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളും നോക്കാം. അതായത് ഇതിനകത്ത് വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് Qualcomm Snapdragon 695 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. LPDDR4Xൻ്റെ റാമാണ് വരുന്നത്. UFS 2.2ൻ്റെ സ്റ്റോറേജ് ആണ് വരുന്നത്. റാം വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 റാം വേരിയൻ്റ് ആണ് വരുന്നത്. അതായത് 6GB റാമും 8GB റാമും. അതുപോലെ സ്റ്റോറേജ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 128GB സ്റ്റോറേജും 256GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ് വരുന്നത്. ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ വളരെ വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും പഴയുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു 695 എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ പല സ്മാർട്ട് ഫോണിലും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു 695 എന്ന് പറയുന്നത്. പഴയ മോഡൽ തന്നെയാണ് ചിപ്സെറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു മീഡിയം റേഞ്ചിലായുള്ള അല്ലെങ്കിൽ ഒരു 40 FPS ആയിരിക്കും നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുക. PUBG ആണെങ്കിലും മറ്റ് ഗെയിംസ് ആണെങ്കിൽ കൂടി. അതുപോലെ നിങ്ങൾക്കൊരു മീഡിയം റേഞ്ചിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് മാത്രമായിരിക്കും ഈ ഒരു ചിപ്സെറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹൈ ലെവലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. നിങ്ങൾക്ക് ഗെയിം കളിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 40 FPS നിങ്ങൾക്ക് BGMI ഒക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ചിപ്സെറ്റിൻ്റെ പെർഫോമൻസ് പോകുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 11 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് MIUI 13 ആണ് കിട്ടുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ പോക്കോ X4 Proൻ്റെ ചിപ്സെറ്റും സ്റ്റോറേജ് ഒക്കെ പോകുന്നത്. ഇനി നമ്മൾ പോക്കോ X5 Proൻ്റെ ചിപ്സെറ്റ് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് Qualcomm Snapdragon 778G ആണ് ഇതിൽ വന്നിരിക്കുന്നത്. DDR4Xൻ്റെ റാം വരുന്നുണ്ട്. UFS 2.0 സ്റ്റോറേജ് വരുന്നുണ്ട്. റാം വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ സെയിം ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. 6GB റാം 8GB റാമാണ് വരുന്നത്. പിന്നെ സ്റ്റോറേജ് വേരിയൻറ്റ് അതുപോലെ തന്നെ 128GB വരുന്നുണ്ട്. 256GB വരുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ആണ് വരുന്നത്. അതുപോലെ
MIUI 14 ആണ് വരുന്നത്. ഷവോമിയുടെ ഒരു പരിപാടിയാണ്, അതായത് ആൻഡ്രോയിഡ് വെർഷൻ ഇപ്പം 13 ആണോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 14 ആണോ ഉള്ളെങ്കിൽ ഇപ്പോൾ 13 ആയിരിക്കും അവരുടെ സ്മാർട്ട് ഫോണുകൾ കൊണ്ടുവരിക. 14 കൊണ്ടുവരാൻ അവർക്ക് മടിയാണെന്ന് തോന്നുന്നു. ശരിക്കും അതൊരു ബാഡായിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് 13 ഇപ്പം മിക്ക സ്മാർട്ട് ഫോണുകളിലും അവൈലബിൾ ആണ്. പക്ഷേ എന്നാലും ഷവോമി അവരുടെ എല്ലാ സ്മാർട്ട് ഫോണുകളിലും, അല്ലെങ്കിൽ ചില മോഡലുകളിലൊക്കെ, ചിലതല്ല എനിക്ക് തോന്നുന്നു മിക്ക സ്മാർട്ട് ഫോണുകളിൽ ആൻഡ്രോയിഡ് 12 അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് 13 ആണെങ്കിൽ ആൻഡ്രോയിഡ് 12 ആയിരിക്കും കൊണ്ടുവരുന്നത്, ആൻഡ്രോയിഡ് 14 ആണെങ്കിൽ ആൻഡ്രോയിഡ് 13 ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സെറ്റപ്പാണ് ഷവോമി തുടർന്ന് പോരുന്നത്. എന്നിരുന്നാലും ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് 12 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ചിപ്സെറ്റിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല പവർഫുൾ ആയുള്ള ചിപ്സെറ്റ് തന്നെയാണ്. നമുക്ക് IQ C5 നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിപ്സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും. അതായത് ഒരു BGMI അതുപോലെ നമ്മുടെ COD ഒക്കെ നമുക്കൊരു 60 FPS ഒരു ബാലൻസ്ഡ് ആയുള്ള രീതിയിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസും അതിന് ഡേ ടു ഡേ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. മറ്റേ ചിപ്സെറ്റിലാണെങ്കിലും, അതായത് Poco X4 നിങ്ങൾക്ക് ഡേ ടു ഡേ പെർഫോമൻസ്, അതായത് നോർമൽ യൂസിന് ആ ഒരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ആ ഒരു ചിപ്സെറ്റ് ഓക്കെയാണ്. അല്ലാണ്ട് ഹൈ ലെവലായുള്ള, എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ ഹൈ ലെവലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസിനൊക്കെ ആ ഒരു ചിപ്സെറ്റ് പോരാ, കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു മോഡൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ചിപ്സെറ്റാണ്. പക്ഷേ എന്നാലും വേറൊരു ചിപ്സെറ്റ് ആകാമായിരുന്നു. ഈ ഒരു 778G എന്ന് പറയുന്നത് കുറച്ച് പഴയതായിട്ട് വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പം വേറൊരു ചിപ്സെറ്റ് കൊണ്ടുവരാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ ഒരു ചിപ്സെറ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ Poco X4 Proവിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഈ ഒരു മോഡലിൻ്റെ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മോഡലിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് Poco X4 Proൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് 64 MB മെയിൻ ക്യാമറ വരുന്നുണ്ട്, 8 MB അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്, പിന്നെ 2 MB മാക്രോ ലെൻസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് 1080p ആൻഡ് 30 FPS ആണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിപ്സെറ്റിൻ്റെ പ്രോബ്ലമാണ്, അതിൽ 4K ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെയാണ് ഈ ഒരു Poco X4 Proൻ്റെ ഒരു ബാക്ക് സൈഡിലെ ക്യാമറയും വരുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് സെൽഫി നോക്കുകയാണെങ്കിൽ നമുക്ക് 16 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. അതുപോലെ 1080p ആൻഡ് 30 FPS ആണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ Poco X5 Proൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 108 MB മെയിൻ ക്യാമറയാണ് വരുന്നത്, 8 MB അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്, 2 MB മാക്രോ ലെൻസ് വരുന്നുണ്ട്. ഈ ഒരു മോഡലിൽ നമുക്ക് 4K ആൻഡ് 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ നമ്മുടെ Poco X4 Proനെ പോലെ തന്നെ നമുക്ക് 16 MB സെൽഫി ക്യാമറ ആണ് വരുന്നത്. അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് പറയുന്നത് 1080p ആൻഡ് 60 FPS വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ക്യാമറ സെറ്റപ്പിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് Poco X5 Proയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിലാണെങ്കിൽ കൂടി നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് Poco X5 Proയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ രണ്ട് മോഡലിലെയും ചാർജിങ്ങും അല്ലെങ്കിൽ ബാറ്ററിയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ സെയിം ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ 67 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അപ്പം രണ്ട് മോഡലും ഇതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് ഈ ഒരു Poco X4 Proയിൽ വന്നിരിക്കുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് വരുന്നത്. അതുപോലെ Poco X5 Proയിൽ വന്നിരിക്കുന്നത് ഡ്യുവൽ നാനോ സിം സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പും അല്ലെങ്കിൽ ചെറിയ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും പോകുന്നത്. ഇനി നമ്മൾ ഈ ഒരു രണ്ട് മോഡലിലെ സ്പീക്കർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് Poco X5 Proയിൽ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. അതുപോലെ ഈ ഒരു മോഡലിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്, പിന്നെ ഹൈറസ് വൈഡ് ആൻഡ് വയർലെസ് സപ്പോർട്ട് ഉണ്ട്. ഇനി നമ്മൾ Poco X4 Proയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പം ഈ രീതിയിലാണ് ഓഡിയോ സെറ്റപ്പും കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓഡിയോ സെറ്റപ്പും കാര്യങ്ങളും വന്നിരിക്കുന്നത് Poco X5 Proയിൽ തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു Poco X5 Proൻ്റെ പ്രൈസ് കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് 6GB റാമും 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് നമുക്ക് 23,000 രൂപ അടുത്താണ് വരുന്നത്. അതുപോലെ നമുക്ക് 8GB റാമും 256GB സ്റ്റോറേജ് വേരിയൻറ്റ് 25,000 രൂപ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. ഇനി നമ്മൾ Poco X4 Proൻ്റെ പ്രൈസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് 6GB റാമും 128GB സ്റ്റോറേജ് വരുന്ന വേരിയൻറ്റിന് നമുക്ക് 18,000 രൂപ അടുത്താണ് വരുന്നത്. ഇത് ഞാൻ ഹൈ ലെവലായുള്ള സ്റ്റോറേജ് വേരിയൻറ്റും റാം വേരിയൻറ്റുമാണ് പറയുന്നത്. അതുപോലെ തന്നെ 8GB റാമും 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് പ്രൈസ് എന്ന് പറയുന്നത് 17,000 രൂപ അടുത്താണ് വരുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് രണ്ട് മോഡലിന് പ്രൈസ് റേഞ്ച് പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ രണ്ട് മോഡലിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. അപ്പം എന്തായാലും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് Poco X5 Pro എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ അവർക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാമായിരുന്നു. അതായത് ഡിസ്പ്ലേയിലെ പീക്ക് ബ്രൈറ്റ്നസ്സും അതുപോലെ നമ്മുടെ ചിപ്സെറ്റും കാര്യങ്ങളും ഒരു ബെറ്റർ ആയുള്ള ചിപ്സെറ്റും കൂടെ കൊണ്ടുവരാമായിരുന്നു. കാരണം വെച്ചാൽ ആ ഒരു 778G എന്ന് പറയുന്നത് കുറച്ച് പഴയതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ അവർക്ക് വേറൊരു ചിപ്സെറ്റ് കൊണ്ടുവരാമായിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡലാണ്, അതായത് Poco X4 Proനെക്കാളും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡലാണ്. പിന്നെ നല്ലൊരു ഡിസ്പ്ലേ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസും വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വേണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇനിയിപ്പോൾ അഥവാ വേറെ ബ്രാൻഡിൻ്റെ മോഡൽ വേണമെന്ന് ചൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരാം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.